ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഈ സർവീസ് ചെയ്യാൻ പോകുന്ന ഒരു 4-5 ദിവസത്തെ അടുപ്പിച്ചിട്ട് സർവീസ് ചെയ്യാൻ പോകുന്ന വീടുകളിലൊക്കെ നമ്മുടെ എ സിയുടെ ഔട്ട്ഡോറിൽ കടന്നൽ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞോടുകൂടി തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് അഥവാ മാസങ്ങളോളം നമ്മൾ ഔട്ട്ഡോർ എ സി തന്നെ ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ എപ്പോഴും ഓഫായി കിടക്കുമല്ലോ. പക്ഷേ പിന്നീട് നമ്മളിത് ഓണാക്കുമ്പോൾ അതിനുള്ളിൽ കടന്നല് വലിയ കൂടുകൾ കൂട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എ സി ഓണാക്കുമ്പോൾ അതറിയില്ല. നേരെ മറിച്ച് നമ്മൾ ഫാനൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അറിയുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വല്ല കംപ്ലയിൻറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും ഇതിനെ കാണുക. ഇപ്പോൾ ഞങ്ങൾ ഈ 4-5 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് പോയ വീട്ടുകളിലൊക്കെ ഈ കടന്നൽ കൂട് കൂട്ടിയിട്ടുണ്ട് ഔട്ട്ഡോറിൽ. അപ്പോൾ നമ്മൾ ആദ്യം അറിയാതെ നമ്മൾ ജസ്റ്റ് ചെറിയ കൂടാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ചൂല് കൊണ്ടടിച്ചത്. അപ്പോൾ അത് കൂട്ടായിട്ട് നമ്മളെ എന്താ പറയുക, നമ്മുടെ മേലിലേക്ക് വന്നു. അഥവാ കയ്യിലും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു വടിയിൽ തുണി ചുറ്റിയിട്ട് അതിൽ ജസ്റ്റ് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ പന്തൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ അതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചെറുതായിട്ട് അങ്ങനെ കരിഞ്ഞു പോകും. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ഔട്ട്ഡോറിൻ്റെ കവർ അഴിച്ചത്. അപ്പോൾ ഈ എ സി മെക്കാനിക്സിനോടും പറയുകയാണ്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഔട്ട്ഡോറിൻ്റെ കവർ അഴിക്കാൻ നിൽക്കരുത്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു വടിയിൽ കുറച്ച് തുണി ചുറ്റിയിട്ട് അതിന് മുകളിൽ കുറച്ച് പെട്രോളല്ല മണ്ണെണ്ണയാണ് ചെയ്യലും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ പന്തം പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ഫുള്ള് നശിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഔട്ട്ഡോർ കവർ അഴിക്കുക. കാരണം ഇപ്പോൾ സീസണാണ്, നമ്മൾ തിരക്ക് പിടിച്ച് പോയിട്ട് ഔട്ട്ഡോർ അഴിച്ചിട്ട് അതിൻ്റെ വല്ല കുത്തൊക്കെ കണ്ടാൽ നമുക്കറിയാലോ, പിന്നെ നമുക്കത് വലിയ അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേനീച്ചയുള്ള സ്ഥലത്ത് നമ്മൾ സാവകാശം ഇതൊക്കെ, കാരണം ഞങ്ങൾ ആ സർവീസ് ചെയ്യാൻ പോയിട്ട് ഈ തേനീച്ചനെ കളയാൻ വേണ്ടി മാത്രം ഞങ്ങൾ 1 മണിക്കൂർ എടുത്തു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ എ സിയുടെ സർവീസ് ആരംഭിച്ചത്. ഇൻഡോർ സർവീസ് ചെയ്തു, അതിന് ശേഷമാണ് ഔട്ട്ഡോർ ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടത്. പിന്നെ ഞങ്ങൾ 1 മണിക്കൂറോളം എടുത്തു സത്യം പറഞ്ഞാൽ. അതിന് ശേഷം പിന്നെ നമ്മൾ കവറൊക്കെ അഴിച്ചിട്ട് സർവീസ് ചെയ്തു. അപ്പോൾ ഒരു കാരണം പിന്നെ ഞാനീ പറഞ്ഞത്, ഔട്ട്ഡോർ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ഈ വാർപ്പിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഔട്ട്ഡോർ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കടന്നലുണ്ട് എന്ന് കണ്ടാൽ ഒരു കാരണവശാലും ചെറിയ കുട്ടികളെ അവിടെ കളിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്കോ വിടരുത്. കാരണം ഇത് വന്നിട്ട് ചിലപ്പോൾ അവർ കളിക്കുന്നുണ്ടെങ്കിൽ വല്ല വടിയോ അല്ലെങ്കിൽ വല്ല കമ്പൊക്കെ ഔട്ട്ഡോറിൽ തട്ടിയാൽ പോലും അത് ഈ കൂട്ടായിട്ടാണ് അതിൽ നിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ അങ്ങനെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാരണവശാലും ഔട്ട്ഡോറിനടുത്ത് ഇങ്ങനെ കടന്നലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ അവിടെ കളിക്കാൻ വിടരുത്. പിന്നെ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എ സി മെക്കാനിക്കിനെ വിളിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് വിവരം പറയുക, അതിൻ്റെ ഉള്ളിൽ കടന്നലുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവർ കവർ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അധികം വരുന്നത് ഞാനീ പറഞ്ഞ പോലെ ഔട്ട്ഡോറിൻ്റെ ഫാനിലാണ്. അതേപോലെ തന്നെ ഫാനിൻ്റെ ലീഫ് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടാവില്ല, അവിടെയാണ് വരുന്നത്. കാരണം അതിൻ്റെ ഗ്രില്ല് നമുക്കറിയില്ല, ഒരു ചെറിയ നെറ്റ് പോലെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ടുകൊടുത്തൊക്കെ വന്നത് അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ കവർ അഴിക്കുമ്പോൾ കടന്നലുള്ളിടത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് സേഫ്റ്റിയാണ് വലുത്. അതിനൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഔട്ട്ഡോറിൻ്റെ കവർ അഴിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ തിരക്ക് പിടിച്ച് പോയിട്ട് അഴിക്കരുത്. ഇതിന് കുത്തുകൊണ്ടാൽ നമുക്ക് പിന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എടുത്ത് ചാടരുത്. സാവധാനം നിങ്ങൾ കവർ അഴിച്ചതിന് ശേഷം മാത്രം കുറച്ച് ഒരു 10-20 മിനിറ്റ് പോയാലും വേണ്ടിയില്ല, കവർ അഴിച്ച് അതിനെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഔട്ട്ഡോർ സർവീസ് ചെയ്യുക. ഉണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതിന് മുന്നേ കണ്ടാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെക്കാനിക്കിനോട് നമ്മളൊന്ന് ഇൻഫോം ചെയ്യുക, അങ്ങനെ അതിനകത്ത് കടന്നലുണ്ടെന്ന്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിലുള്ള കുട്ടികളെയും കൂടി നമ്മളൊന്ന് സൂക്ഷിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.